അവരൊക്കെ എത്തിയോ? എത്തി കാണുമല്ലോ. ആരെത്തിയില്ലെങ്കിലും ദേവിക എത്തും. അവളുടെ കാമുകന് ജാമ്യം കിട്ടാൻ പോവല്ലേ എന്ന്. അത് നിന്നോടാര് പറഞ്ഞു? എന്താ ജാമ്യം കിട്ടില്ലേ? ഒരിക്കലും ഇല്ല. എങ്ങനെ കിട്ടാനാ? ഹൈക്കോടതി പോവേണ്ടി വരും, എന്നാലേ കിട്ടൂ. എന്റെ പൊന്ന് തങ്കച്ചി, ഹൃദയമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാ സിദ്ധു. തന്നെയുമല്ല, അപകടം നടന്ന സമയത്ത് അയാൾ വേറെ എവിടെയോ ആയിരുന്നുള്ള തെളിവും അവർ ഹാജരാക്കുന്നുണ്ട്. ഇത് രണ്ടും പോരെ ജാമ്യം കിട്ടാൻ? പോരാ. ഇടിച്ചതാരെയാ? ഒരു സാധു സ്ത്രീയെ. ആരാ ഇടിച്ചിട്ടത്? ഒരു വക്കീല്. ആ, ആ. ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് ഇന്നലെയൊന്നും അല്ലല്ലോ. ആദ്യത്തെ ദിവസം തന്നെ കേസ് പരിഗണിക്കുമ്പോ സിദ്ധു ഈ അവസ്ഥ തന്നെ ആയിരുന്നല്ലോ. അന്ന് പരിഗണിക്കാത്ത കാര്യം ഇന്ന് പരിഗണിക്കുമെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓ, അപ്പോ രണ്ടാമത്തെ പോയിന്റോ? ആ സമയത്ത് വേറൊരിടത്ത് ആയിരുന്നു എന്നതിനുള്ള തെളിവല്ലേ. ഡിജിറ്റൽ തെളിവുകൾ മുഖവിലക്കെടുക്കണോ വേണ്ടയോ എന്നുള്ളത് കോടതിയുടെ വിവേചന ബുദ്ധിയിൽപ്പെടുന്നതാണ്. അത്തരമൊരു തെളിവ് ആർക്കും ഉണ്ടാക്കാലോ. AI സാങ്കേതിക വിദ്യകളുടെയൊക്കെ കാലമല്ലേ. ആ തെളിവിന്റെ വിശ്വാസ്യത പരിശോധിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. കോടതി അത് അംഗീകരിക്കും. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലേ? എന്താ സംശയം? ഉറപ്പായിട്ടും ഉണ്ട്. നമ്മുടെ വക്കീലും അത്ര മോശക്കാരനൊന്നും അല്ല. സിദ്ധുവിന് ജാമ്യം കൊടുത്താൽ നിയമവ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം പോകുമെന്ന വജ്രായുധം കൂടി അവസാനം വക്കീല് പ്രയോഗിക്കും. അതോടെ സിദ്ധുവിന്റെ പണി തീരും. ജാമ്യം കിട്ടരുത് എങ്കിൽ നമ്മൾ ജയിച്ചു. ധൈര്യമായിട്ടിരിക്കേ. വിധി നമുക്ക് അനുകൂലമായിരിക്കും എന്ന് വെച്ചാ സിദ്ധുവിനെതിരായിരിക്കും എന്നർത്ഥം. ഗുഡ് മോർണിംഗ് സർ. ഒരു മിനിറ്റ്. സിദ്ധു. സമാധാനമായിട്ടിരിക്കും സിദ്ധു. ഇനി ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരില്ല. ജാമ്യം കിട്ടും മോനെ. ഞങ്ങൾക്കത് നല്ല പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഭാഗം സ്ട്രോങ്ങാ സിദ്ധു. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട. പേടി എന്തായാലും എനിക്കില്ല. എന്തു വന്നാലും നേരിടാൻ തന്നെയാ എന്റെ തീരുമാനം. സിദ്ധു തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇന്നത് കോടതിക്കും ബോധ്യപ്പെടും. എന്താ വക്കീലെ, അങ്ങനെയല്ലേ? സംശയം എന്താ? അങ്ങനെ ബോധ്യപ്പെടുത്താനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ബെയിൽ ഗ്രാൻഡ് ചെയ്യും. അക്കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടുമില്ല. നടക്കും സിദ്ധു. മോളെ, ഒന്ന് തന്നെ എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയാൻ ഇറക്കാൻ ശ്രമിച്ചത് ഒട്ടും ശരിയായില്ല. സിദ്ധു തെറ്റൊന്നും ചെയ്തിട്ടില്ല, അത് ഞങ്ങൾക്കറിയാം. ഇന്ന് കോടതിയും അത് തന്നെ പറയും. വെറുതെയാ. ജാമ്യം തള്ളും. നമുക്ക് നോക്കാം. സിദ്ധു അല്ല കുറ്റം ചെയ്തതെന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ ആരാ അത് ചെയ്തത്? നിൽക്കുന്നുണ്ടല്ലോ കൂടെ. ഞങ്ങൾക്ക് ഇവനെയാ സംശയം. ഇത് കോടതിയായി പോയി. അല്ലെങ്കിലേ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ നീ എനിക്കെതിരെ പറയുന്നത്? നിന്റെ കാമുകന്റെ വണ്ടി ഇടിച്ചെന്ന് എല്ലാ CCTV ക്യാമറയും പറയുന്നുണ്ടല്ലോ. ഓടിച്ചത് അവൻ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അടി ആ വണ്ടി ക്യാമറ പതിയുന്നത്? കേസ് മാറ്റിമറിക്കാനേ പല വഴികളും നിങ്ങൾ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിനാ ഈ ആരോപണം. അത് വേണ്ട. അതെ, മാറ്റി പിടിച്ചേക്ക്. സ്വന്തം അമ്മയെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയാൻ തോന്നിയില്ല നിനക്ക്? ആ ധൈര്യം ഉണ്ടല്ലോ. ആ വിവരക്കേട് അതിനെ ആവർത്തിക്കരുത്. ആവർത്തിച്ച എന്റെ പ്രതികരണം വളരെ മോശമായിരിക്കും. കുറെ കാലം ആയല്ലോടാ നീ ഇത് പറയാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യടാ. എന്നെ ഒരിക്കൽ കൊല്ലാൻ നോക്കിയതല്ലേ നീ? ഇനി അതിന് ശ്രമിക്കേ. നമുക്ക് നോക്കാം ആരാ ചാകാൻ പോകുന്നതെന്ന്.
നിങ്ങൾക്കിതല്ലാതെ വേറൊന്നും പറയാനില്ലേ? കൊല്ലലും ചാവലും. കഷ്ടം. ആ ആരെ ഈ ഉപദേശിക്കുന്നെ? ആ എന്തുകൊണ്ട് നിങ്ങൾക്കതിനുള്ള അർഹതയുണ്ടല്ലോ. അത്താഴ പഷ്ണി കിടക്കുന്ന പാവങ്ങളുടെ അരിക്കാലത്തിൽ കൈയിട്ട് അവസാന മണി അരിയും പലിശയെന്നുള്ള പേരിൽ ഊറ്റിക്കൊണ്ടു പോകുന്ന വിഷവൃക്ഷമല്ലേ നിങ്ങള്? അതാണല്ലോ നിങ്ങളുടെ പണി. ആ അപ്പൊ നിങ്ങക്ക് സദാചാരമൊക്കെ പ്രസംഗിക്കാം. സിദ്ധുനെ വീണ്ടും ജയിലിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കായിരിക്കും അല്ലേ? അതെനിക്ക് മനസ്സിലായി. വെറുതെയാ. ആ മോഹം മോഹമായിട്ട് തന്നെ കിടക്കും. സിദ്ധുവിന് ജാമ്യം കിട്ടും. സിദ്ധു പുറത്തു വരികയും ചെയ്യും. ഇനി മുതൽ നിങ്ങളുടെ കഷ്ടകാലമായിരിക്കും. ഇതുവരെ എല്ലാവരോടും ഞങ്ങൾ ക്ഷമിച്ചു. പക്ഷെ ഇനി അത് പ്രതീക്ഷിക്കണ്ട. ചെയ്ത തെറ്റിനൊക്കെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഞങ്ങളത് ഈടാക്കും. അച്ഛാ, വാ. ഇവളാണ് ലക്ഷണയുക്തയായ കാമുകി. കാമുകനെ പറഞ്ഞപ്പോ അവക്ക് സഹിച്ചില്ല. കണ്ടില്ലേ ചീറിയത്? ആ ചാട്ടം ഞാൻ നിർത്തും തങ്കച്ചി. അതിനുള്ള പണി എനിക്കറിയാം. പറശരത്തെ സ്വന്തം ഭർത്താവിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോ വക്കീല് കൂടിയായ ഭാര്യ കോടതി വരാത്തത് മോശമായി പോയി. ഞാൻ വന്നില്ല. വന്നിട്ടെന്തിന്? ഭാര്യ വന്നില്ലല്ലോ. കാമുകി കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഓ, അവള് വന്നോ? പിന്നെ വരാതെ. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. നിർബന്ധിക്കാന്ന് വിചാരിക്കരുത്. പറ്റുമെങ്കിലേ ഇവിടെ വരെ വരുന്നൊന്ന് നന്നായിരിക്കും. ആരെങ്ങൊന്നും കോഴിക്കണമെങ്കിലേ ചന്ദ്രൻ കൂടെ ഉണ്ടായിരിക്കണം. ജാമ്യം കിട്ടോ? ഒരു കാരണവശാലും കിട്ടില്ല. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. തോറ്റ് തല താഴ്ത്തി ജയിലിലേക്ക് പോകുന്ന സിദ്ധുവിന്റെ മുഖം എനിക്കൊന്ന് കാണുമായിരുന്നു. ഇനിയിപ്പൊ പറ്റില്ല. സാരമില്ല, ഇതുപോലൊരു അവസരം ഇനിയും കിട്ടുമല്ലോ. പക്ഷേ അവളെ വിടരുത്. ആ ദേവിക അവളാ എല്ലാം ആസൂത്രണം ചെയ്തത്.